നമസ്കാരം, പ്രൈം ടൈം ഫുട്ബോളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ മത്സരത്തെ പറ്റിയാണ്. അപ്പോൾ ലിവർപൂളിൻ്റെ കാര്യത്തെപ്പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. ലിവർപൂൾ 3 മത്സരങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടതിന് ശേഷമാണ് പ്രീമിയർ ലീഗിൽ ആൻഫീൽഡിൽ യുണൈറ്റഡിനെതിരെ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ പാലസിനോടും ചെൽസിയോടും അവർ പ്രീമിയർ ലീഗിൽ പരാജയപ്പെടുകയും ഗാലറ്റസറയോട് ചാമ്പ്യൻസ് ലീഗിൽ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ലിവർപൂളിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അണ്ടർ പെർഫോമിങ്. ലാസ്റ്റ് സീസണിൽ നന്നായിട്ട് കളിച്ച പ്ലെയേഴ്സ് അണ്ടർ പെർഫോം ചെയ്യുന്നു. അപ്പം അതുപോലെ തന്നെ അലക്സാണ്ടർ ആർണോൾഡിന് ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് ആണോ ഫിർമോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയും. ഫിർമോങ്ങിൻ്റെ ഡിഫെൻസീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. പുള്ളി ഷാബി അലോൺസോടെ 3 at the backൽ ഫുള്ളി ഒരു അറ്റാക്കിംഗ് വൈസിലായിരുന്നു ഫിർമോങ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണോ പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം പല ലിവർപൂൾ ഫാൻസിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം ബ്രാഡ്ലി ആണെങ്കിൽ പോലും പ്രതീക്ഷിച്ച അത്ര ഇതിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അർനെ സ്ലോട്ട് പല സമയങ്ങളിലും പല കോമ്പിനേഷനാണ് ഇപ്പം കളിക്കുന്നത്. കാരണം സോബോസ്ലോയിനെ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നു, ബ്രാഡ്ലി ചില സമയങ്ങളിൽ കളിക്കുന്നു, ഫിർമോങ് കളിക്കുന്നു. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലിവർപൂളിനെ ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു അണ്ടർ പെർഫോമിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ അതൊരു പ്രധാന താരമാണ് സല കഴിഞ്ഞ സീസണിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചൊരു പ്ലെയറാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ പ്രീമിയർ ലീഗ് ഇൻ ദ വേൾഡും ആയിരുന്നു സല. അപ്പോൾ ഈ സീസണിൽ സല ഭയങ്കര അണ്ടർ പെർഫോമാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ചിലപ്പം പ്രായത്തിൻ്റെ ഇതൊക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു അണ്ടർ പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. പ്രീമിയർ ലീഗിൽ ഈ തവണ 11-12 ഡ്രിബിൾ നടത്തിയതിൽ ഒരു സക്സസ്ഫുൾ ഡ്രിബിളാണുള്ളത്. 105 തവണ പൊസഷൻ ലോസ് ആവുകയും ചെയ്തു സലയുടെ. ഗോൾ അടിച്ചതാണ് പെനാൽറ്റിയിൽ നിന്നാണ് ഗോൾ അടിച്ചത്. പിന്നെ ബേൺമൗത്തിന് ഒരു ഗോൾ അടിച്ചു, പിന്നെ 2 അസിസ്റ്റും ഉണ്ട്. അപ്പോൾ സലയെന്നുള്ള ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിൽ നിന്ന് ലിവർപൂൾ മാനേജ്മെൻറ്റും അർനെ സ്ലോട്ടും ഫാൻസും ഇതല്ല പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്ലെയറാണ് വാൻഡേക്കിൻ്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും പലപ്പോഴും വാൻഡേക്കിൻ്റെ ഡിഫെൻസീവ് എബിലിറ്റി ഇപ്പം ക്വസ്റ്റ്യനബിളാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കൈസേഡോ അടിച്ച ഗോള് ലാസ്റ്റ് ചെൽസിക്കെതിരെ, അതുപോലെ തന്നെ സെമേന്യു അടിച്ച ഗോള്, ബേൺമൗത്തിന് വേണ്ടി സെമേന്യു അടിച്ച ഗോള്, അതെല്ലാം അവരുടെ ഡിഫെൻസീവിൻ്റെ ഇതിനെ വീക്ക്നെസ്സിനെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഇപ്പം ഫിർമോങ്ങിനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ ഡിഫെൻസീവ്ലി ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. മിലോസ് കർക്കസ് ഇപ്പം പുതിയതായിട്ട് വന്ന പ്ലെയർ ബേൺമൗത്തിൽ നിന്ന്. അപ്പം ഈ മിലോസ് കർക്കസ് ഒന്നും പ്രതീക്ഷിച്ച രീതിയിലൊന്നും ആ സ്റ്റാൻഡേർഡ് ലിവർപൂളിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് കളിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വർഷം ലിവർപൂൾ പ്രധാനമായിട്ട് മിസ് ചെയ്യുന്ന ഒരു 2 പ്ലെയേഴ്സാണ് ലൂയിസ് ഡിയാസും ഡിയോഗോ ജോട്ടയും. പലപ്പോഴും ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ നിന്ന് ഗോളടിക്കുന്ന പ്ലെയേഴ്സാണ്. ഈ ഡിയോഗോ ജോട്ട ആണെങ്കിൽ പോലും ലൂയിസ് ഡിയാസ് ആണെങ്കിൽ പോലും. ലൂയിസ് ഡിയാസ് എനിക്ക് തോന്നുന്നു 13 ഗോളെങ്ങാണ്ട് പ്രീമിയർ ലീഗിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിയോഗോ ജോട്ടയാണ് 6 അസിസ്റ്റും 6 ഗോളും 3 അസിസ്റ്റും ഡിയോഗോ ജോട്ട നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്ലെയേഴ്സിൻ്റെ മിസ് എന്ന് പറയുന്നത് ലിവർപൂൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ലൂയിസ് ഡിയാസിനെ നമുക്കറിയാം, ഇപ്പം ബയൺ മ്യൂണിക്കിൽ പോയി ടോപ്പ് പ്ലെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കിയേസ വന്ന് ഗോൾ അടിക്കുന്നുണ്ടെങ്കിൽ പോലും കിയേസ ഒരു ലൂയിസ് ഡിയാസിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പം ലൂയിസ് ഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, പുള്ളിയുടെ സ്കില്ല്, പിന്നെ ബോൾ കൺട്രോൾ ചെയ്യുന്ന രീതി, അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുമ്പം കിയേസ വെച്ച് നോക്കുമ്പം ലൂയിസ് ഡിയാസ് ഒത്തിരി നല്ല പ്ലെയറാണ്. ഇപ്പോൾ അതൊക്കെയാണ് ലിവർപൂൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിയോഗോ ജോട്ടനെ പോലെ ഒരു പ്ലെയർ, ഡിയോഗോ ജോട്ടയ്ക്ക് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഡിയോഗോ ജോട്ട അത് ഫിനിഷ് ചെയ്യും. ഇപ്പം എക്കിറ്റിക്കാണെങ്കിൽ ഒത്തിരി ചാൻസ് കളയുന്നുണ്ട്, നമ്മുടെ യാപ്കോ ഒത്തിരി ചാൻസ് കളയുന്നുണ്ട്, സല ഒത്തിരി ചാൻസ് കളയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ലിവർപൂളിൻ്റെ പ്രശ്നങ്ങൾ. പക്ഷേ ലിവർപൂളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആൻഫീൽഡിലാണ് മത്സരം. ആൻഫീൽഡിൽ 2016 ശേഷം യുണൈറ്റഡ് ഇതുവരെ ജയിച്ചിട്ടില്ല. പിന്നെ ആൻഫീൽഡിലെ ക്രൗഡും അതെല്ലാം നമ്മൾ നോക്കുമ്പം ലിവർപൂളിന് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മളിനി യുണൈറ്റഡിൻ്റെ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ യുണൈറ്റഡ് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൻ്റെ ഇതിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ റൂബൻ അമോറിം വന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചിട്ടുള്ളത് ഇപ്പം റെലഗേഷൻ ടീമിനെതിരെ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച സണ്ടർലാൻഡിനെതിരെ 2-0 ജയിച്ചിട്ടാണ് ഇപ്പോൾ ആൻഫീൽഡിലേക്ക് പോകുന്നത്. അപ്പോൾ യുണൈറ്റഡിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ആസ് എ യുണൈറ്റഡ് ഫാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡ് ആണ്. ഇപ്പോൾ കാസിമിറോയും ബ്രൂണോയും കളിക്കുമ്പം
ബ്രൂണോ പലപ്പോഴും പൊസഷൻ ഔട്ടാവുന്നു. അപ്പം ഡിഫെൻസീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന സാധനം ബ്രൂണോയ്ക്കില്ല. അറ്റാക്കിംഗ് വൈസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ എന്ന് പറയും ബ്രൂണോയെ. പക്ഷേ ഈ 3 at the back കളിക്കുമ്പോൾ ബ്രൂണോ ആ പൊസിഷനിൽ കളിക്കുമ്പോൾ ഭയങ്കര വീക്കായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അറ്റാക്കിംഗ് വൈസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ XG എടുത്തു കഴിഞ്ഞാൽ നമ്മളാണ് ഒന്നാമത്, സ്റ്റാറ്റ്സ് ഒക്കെ പറയുമോ. പക്ഷെ നമുക്ക് ഗോളുകളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും തോറ്റത്. ഇപ്പം ബ്രെൻഫോർഡിനെതിരെ നമ്മൾ നന്നായിട്ട് കളിച്ചു, പക്ഷെ ബ്രെൻഫോർഡ് 3 ഗോൾ അടിച്ചു, പക്ഷെ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പം സണ്ടർലാൻഡിനെതിരെ ജയിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ 2 ഗോൾ അടിച്ചതുകൊണ്ടാണ് നമ്മൾ ജയിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സണ്ടർലാൻഡിനോടും ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്താനെ. നമുക്ക് 3 at the back നമ്മൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റിയ പ്ലെയേഴ്സ് ഇല്ല. ഇപ്പം ജനുവരിയിൽ എലിയറ്റ് ആൻഡേഴ്സിനെ കൊണ്ടുവരുമെന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള പ്ലെയേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം യുണൈറ്റഡിൻ്റെ കളി ഇച്ചിരൂടെ മെച്ചമാകും. ഇപ്പം കാസിമീറോയ്ക്ക് ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ലിവർപൂളിനെതിരെയുള്ള കളിയിൽ സാല, കോഡി ഗ്യാപ്കോ, എക്കിറ്റീക്കെ, ഇസാക്ക്, ഇപ്പം ഫിർമോങ്, കെർക്കസ്, അങ്ങനെയുള്ള പ്ലെയേഴ്സെല്ലാം നല്ല സ്പീഡി പ്ലെയേഴ്സാണ്. ഇപ്പോൾ അവരോടൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാസിമീറോയ്ക്ക് ആ പഴയ പേസ് ഇല്ല. ഇപ്പം പ്രീമിയർ ലീഗിൻ്റെ പേസിനനുസരിച്ചിട്ടുള്ളൊരു പ്ലെയർ അല്ല കാസിമീറോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വേറൊരു മിഡ്ഫീൽഡർ ഇല്ല കളിപ്പിക്കാൻ. ഇപ്പം മാനുവൽ ഉഗാർട്ട വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫെൻസീവലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും മിഡ്ഫീൽഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ബോൾ ലൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒത്തിരി ഗോളുകൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല യുണൈറ്റഡിനെ അലട്ടുന്നുണ്ട്. ഇപ്പം വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഫീൽഡിൽ 2016 ശേഷം നമ്മൾ അവിടെ ഇതുവരെ ജയിച്ചിട്ടില്ല. അതാണ് പ്രധാന പ്രശ്നം. പിന്നെ നമുക്ക് ഗോൾ അടിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ വിങ് ബാക്കുകൾ കെർക്കസ് ആയാലും ഫിർമോങ്ങോ, ബ്രാഡ്ലി, സാബോസ്ലോയി അവർ ആരെങ്കിലും ഒരാളായിരിക്കും വിങ്ങിൽ കളിക്കുന്നത്. ഇപ്പം അങ്ങനെ ഒത്തിരി ബോളുകൾ റൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അവിടെ അവർക്ക് വീക്ക് പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഒത്തിരി റൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗോള് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ സെമീനിയോ ലിവർപൂളിനെതിരെ അടിച്ച പോലത്തെ അങ്ങനത്തെ ഗോളൊക്കെ കിട്ടും. കൗണ്ടർ അറ്റാക്ക് കിട്ടുമ്പോൾ ഫിനിഷ് ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് ലിവർപൂളിനെതിരെ ഗോള് നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ പ്ലെയേഴ്സ് ഒത്തിരി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ഗോൾസിലെല്ലാം മുമ്പിലാണെങ്കിലും നമുക്ക് ഫിനിഷിംഗ് ഇല്ല. ഇപ്പോൾ നമ്മൾ 70-75 മില്യൺ കൊടുത്ത് കൊണ്ടുവന്ന സ്ട്രൈക്കർ സെസ്കോ 2 ഗോൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ ബ്രില്യൻസും കൊണ്ടും പൊസിഷനിങ്ങിനും കൊണ്ടും അടിച്ചതാണ്. അല്ലാതെ നമ്മുടെ പ്ലെയേഴ്സ് ക്രോസ് ഇട്ട് കൊടുത്തോ അല്ലെ ത്രൂ ബോൾ കൊടുത്തോ അടിച്ചതല്ല. ഈ സെസ്കോയ്ക്ക് വേണ്ടത്ര സർവീസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ റാസ്മസ് ഹോയ്ലൻഡിൻ്റെ കാര്യം അതുപോലെ തന്നെയായിരുന്നു. റാസ്മസ് ഹോയ്ലൻഡിന് സർവീസ് കിട്ടുന്നില്ല. അപ്പോൾ റാസ്മസ് ഹോയ്ലൻഡിനേക്കാളും ഇച്ചിരി കൂടെ നല്ല ലിങ്ക് പ്ലേയും എല്ലാം നടത്തുന്ന ഒരു പ്ലെയറാണ് സെസ്കോ. അങ്ങനെ വെച്ച് നോക്കുമ്പം സെസ്കോയ്ക്ക് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിവർപൂളിനെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഗോള് സ്കോർ ചെയ്യാൻ സാധിക്കും. നമുക്ക് കിട്ടുന്ന ചാൻസുകൾ സ്കോർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ആൻഫീൽഡിൽ നമുക്ക് 2016 ശേഷം ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആഴ്ച പോയി ജയിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ചാൻസുകൾ നമ്മൾ സ്കോർ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ചാൻസുകൾ നമ്മൾ ഫിനിഷ് ചെയ്യാതെ അല്ലെങ്കിൽ ടീമായിട്ട് കളിക്കാതെ ഇപ്പം സെൽഫിഷായിട്ടൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും തോക്കും. അത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചാൻസുകൾ നമ്മൾ സ്കോർ ചെയ്യുക, ഇപ്പം ടീമിനെ വിജയിപ്പിക്കുക. ആൻഫീൽഡിൽ നിന്ന് 3 പോയിൻ്റായിട്ട് വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. 3 പോയിൻ്റായിട്ട് വരിക, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം പ്ലെയേഴ്സ് അതിനുവേണ്ടി ഇത് ചെയ്യുമായിരിക്കും. ബിഗ് മാച്ചസിലൊക്കെ നന്നായിട്ട് കളിക്കാറുണ്ട് പ്ലെയേഴ്സ്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോയിലും പിടിച്ചിട്ട് യുണൈറ്റഡ് തിരിച്ചു വരും. ആസ് എ യുണൈറ്റഡ് ഫാൻ അറ്റ്ലീസ്റ്റ് ഡ്രോയിലും വേണം എന്നാണ്, ആൻഫീൽഡിൽ നിന്ന് ഡ്രോയിലും വേണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ലൈനപ്പ് എന്ന് പറയുമ്പോൾ നോക്കുമ്പം നമ്മുടെ 3 at the back ആയിരിക്കും. ലൂക്ക് ഷോയ്, മത്യാസ് ഡിലിക്റ്റ്, ലെനിയോറോ ആയിരിക്കും. ലൂക്ക് ഷോ എന്താണേലും കളിക്കും, കാരണം ലിസാൻഡ്രോ മാർട്ടിനസ് ഫുള്ളി റിക്കവർ ആയിട്ടില്ല. ന്യൂസ് മസ്രോയി മാത്രമാണ് തിരിച്ചു വരുന്നത് ഫുള്ളി റിക്കവർ ആയിട്ട്. അപ്പോൾ എങ്കിലും എനിക്ക് തോന്നുന്നില്ല ന്യൂസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് അമാദ് ദിയാലോ തന്നെയായിരിക്കും റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ കാസിമീറോയും ബ്രൂണോയും ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അപ്പുറം ഡോർഗുവിന് പകരം ഡലോയ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ. കാരണം ഡിഫെൻസീവലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂബൻ അമോറിം എന്താണേലും ഡലോനെ കളിപ്പിക്കുകയുള്ളൂ. ഡോർഗു ഡിഫെൻസീവലി ഇച്ചിരി വീക്കായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് 3 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മെയ്സൺ മൗണ്ട്,
അതുപോലെ തന്നെ നമ്മുടെ സെസ്കോ എംബ്യൂമായിരിക്കും. കൂനിയ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. സണ്ടർലാൻഡിന് എതിരെ മേസൺ മൗണ്ട് നല്ലൊരു കളിയാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു മൗണ്ട് തന്നെയായിരിക്കും. മൗണ്ടിൻ്റെ പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രസ് ചെയ്യും, ചത്ത് കിടന്ന് പ്രസ് ചെയ്യും. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രൂണോ ഒഴിച്ചിടുന്ന പൊസിഷൻ അവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും മൗണ്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ലിവർപൂളും യുണൈറ്റഡും തമ്മിൽ മത്സരിക്കുമ്പോൾ ആസ് എ യുണൈറ്റഡ് ഫാൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോയിലും പിടിച്ച് ആൻഫീൽഡിൽ നിന്ന് വരട്ടെ എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകളും കമൻറ്റുകളും പ്രഡിക്ഷൻസും എല്ലാം അറിയിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.